ഹായ് ഹലോ എല്ലാവർക്കും ഈദൻ വൈസ ചാനലിലേക്ക് സ്വാഗതം. 12 വർഷവും 2,80,000 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞപ്പം നമ്മൾ കൊറോളയൊന്ന് മാറ്റി വേറൊരു കാർ മേടിക്കാമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. കാരണം ചെറുതായിട്ട് എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചത് ജാക്കിൻ്റെ JS4 എന്നൊരു മോഡലായിരുന്നു നമ്മൾ ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ദുബായിൽ അതിൻ്റെ ഡീലേഴ്സ് അൽഹബ്തൂർ മോട്ടോഴ്സാണ്. നമ്മൾ അൽഹബ്തൂർ മോട്ടോഴ്സിൻ്റെ ധൈര്യയിലുള്ള ഷോറൂമിൽ ചെന്നിട്ട് JS4 ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കി. കാർ മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ JS4ൻ്റെ ചേട്ടനായിട്ടുള്ള JS6 ഉണ്ടായിരുന്നു. അപ്പോൾ JS6 നമ്മൾ മൊത്തത്തിൽ ഒന്ന് കണ്ടു, ഇരുന്നൊക്കെ നോക്കി, മൊത്തത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ JS4 കൺഫേം ചെയ്യാതെ നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ JS6 എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്ക് JS6. ഇതൊരു ചൈനീസ് കാറാണ്. ചൈനീസ് കാറാണെന്ന് വെച്ച് നമുക്കൊരു വില കുറവ് തോന്നേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സുള്ള കാറാണ് ഇത് ജാക്കിൻ്റെ JS6. ഇതൊരു മിഡ് സൈസ് ലക്ഷറി SUV ആണ്. അതുപോലെ തന്നെ JS6ന് 2 വേരിയൻ്റാണ് വരുന്നത്. കംഫർട്ട് വേരിയൻറ്റും അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് വേരിയൻറ്റും. ഫ്ലാഗ്ഷിപ്പാണ് ടോപ്പ് എൻഡ് വേരിയൻറ്റ്, അതുപോലെ തന്നെ താഴെ വരുന്നതാണ് കംഫർട്ട് വേരിയൻറ്റ്. ഇത് ഫ്ലാഗ്ഷിപ്പ് വേരിയൻ്റാണ്. സൈസും കാര്യങ്ങളെല്ലാം സെയിം ആണ്, പക്ഷേ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്ട്രാ വരുന്നത് ഫ്ലാഗ്ഷിപ്പ് വേരിയൻറ്റിലാണ്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം വലിയൊരു ഇതുണ്ട്, വലുപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു 7 സീറ്ററിൻ്റെ വലുപ്പമുണ്ട് ഏകദേശം, പക്ഷേ ഇതൊരു 5 സീറ്ററാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4605 മില്ലിമീറ്ററാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1890 മില്ലിമീറ്ററാണ്. ഹൈറ്റ് വന്നിട്ട് 1700 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വീൽ ബേസ് 2720 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും സ്പേസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട്. മിനിമം ഗ്രൗണ്ട് ക്ലിയറൻസ് 160 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ 18 ഇഞ്ച് അലോയ് വീലാണ്. 18 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ വലിയൊരു LED സ്ട്രിപ്പാണ്. 2 സൈഡിൽ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ അതിനെ കണ്ടിന്യൂ ആയിട്ട് ഒരു വലിയൊരു സ്ട്രിപ്പിൽ LED ലൈറ്റ് പോകുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ള് ഇലിമിനേറ്റ് ആയിട്ട് നല്ല ഡിസൈനിങ്ങിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ജാക്കിൻ്റെ വലിയൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. ജാക്കിൻ്റെ ലോഗോ കണ്ടാൽ ഏകദേശം കിയേൻ്റെ പണ്ടത്തെ ലോഗോ പോലെ നമുക്ക് തോന്നും. അത് അത്യാവശ്യം വലുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നോക്കുവാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഗ്രില്ലാണ്. പിന്നെ അതിൻ്റെ 2 സൈഡിലും ഡേ ടൈം റണ്ണിങ് ലാമ്പും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല ചെറിയ സൈസിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിയാനോ ഫിനിഷിൽ തന്നെ താഴേക്ക് വന്നിട്ട് ഒരു L ഷേപ്പിൽ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഡാർക്ക് ആഷ് കളറിൽ ഈ ഗ്രില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു ലൈനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ക്യാമറയുണ്ട്. അതിൻ്റെ താഴെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. മുമ്പിൽ വണ്ടികളായിട്ടുള്ള ലെങ്ത്തും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനുള്ള സാധനങ്ങളാണ്. നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലെ സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിൻ്റെ 2 സൈഡിലായിട്ട് നല്ലൊരു സ്ട്രോങ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അവിടെയായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ നല്ലൊരു സ്ട്രോങ് വണ്ടീൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. പിന്നെ വശക്കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷിൽ ബ്ലാക്കിൽ. പിന്നെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈൻ സ്ട്രോങ് ലൈൻ ഇവിടുന്ന് അടുത്ത നെക്സ്റ്റ് ലൈന് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് പുറകിലേക്ക് അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇവിടെ വരെ പോകുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ടും ഒരു ലൈൻ ഇങ്ങോട്ടും വരുന്നുണ്ട്, താഴെയായിട്ട് വേറെ ലൈനും വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 2-3 ലൈനൊക്കെ വന്നിട്ട് ഒരു സ്ട്രോങ് ബോഡീൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്.
വീല് വരുന്നത് 18 ഇഞ്ചിൻ്റെ അലോയ് വീലാണ്, നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ലൈറ്റും കാര്യങ്ങളും ഫ്രണ്ടിൽ മിററിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് വേരിയൻറ്റിൽ ടോട്ടൽ 8 ക്യാമറയാണ് വരുന്നത്. അതിൽ 8 ക്യാമറയിൽ ഒരു ക്യാമറ ഈ മിററിൻ്റെ അടിയിലുണ്ട്, ഒരു ക്യാമറ ആ മിററിൻ്റെ അടിയിലുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ബാക്കിൽ സൈഡിൽ അങ്ങനെയായിട്ട് ടോട്ടൽ 8 ക്യാമറയാണുള്ളത്. അതുപോലെ തന്നെ ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വേറൊരു സെൻസർ കാണാൻ പറ്റും ഇവിടെയായിട്ട്. അതാണ് റെയിൻ സെൻസർ. നമ്മൾ ഇപ്പം വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് മഴ പെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ ഓണാകും. വെറുതെ വൈപ്പർ ഓണാകും മാത്രമല്ല, ഈ പെയ്യുന്ന മഴയുടെ ശക്തി നോക്കിയിട്ട് പിന്നെ ഹെവി റെയിനാണെങ്കിൽ വൈപ്പറിൻ്റെ സ്പീഡ് കൂടും. അതുപോലെ തന്നെ മഴയുടെ ശക്തി കുറവാണെങ്കിലും വൈപ്പറിൻ്റെ സ്പീഡും കുറയും. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസറാണ് ഇവിടെ മുമ്പിൽ കാണുന്നത്. അതുപോലെ തന്നെ ബോണറ്റ് ഉയർത്താൻ വേണ്ടി നമുക്ക് 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ ബോണറ്റ് നമുക്ക് ഉയർത്താൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മാത്രം മതി. ഓൾറെഡി 2 ലിവർ സൈഡിലുണ്ട്, 2 സൈഡിലും ലിവറുണ്ട്. അതുകൊണ്ട് തന്നെ അതങ്ങനെ നിന്നോളും. ഇതിൽ എഞ്ചിൻ്റെ കവർ കുറച്ച് സോഫ്റ്റ് ആട്ടോ, കാരണം സാധാരണ എല്ലാം ഒരു ഫൈബറിൻ്റെ ഒരു കവറാണ് ഉണ്ടാകാറ്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്, ഒരു സ്പോഞ്ച് ടൈപ്പാണ് എഞ്ചിൻ്റെ കവറുള്ളത്. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് താത്തി വെക്കാം. ഓൾറെഡി ലോക്കായി. ഇനി നമ്മുടെ കാറിൻ്റെ പുറകെ നോക്കുകയാണെങ്കിൽ പുറകിലായിട്ട് ജാക്കിൻ്റെ വലിയൊരു ബാഡ്ജിങ് ഫ്രണ്ടിൽ കൊടുത്ത അതേ സൈസ് തന്നെ പുറകിൽ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു ലൈറ്റ് LED ലൈറ്റിങ് വരുന്നുണ്ട്. മുകളിലായിട്ട് ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. പുറകിലും വൈപ്പറുണ്ട്. അതുപോലെ തന്നെ പുറകിലായിട്ട് JS6 എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഫ്രണ്ടിൽ കണ്ട അതേപോലെ തന്നെ ഒരു ഡാർക്ക് ആഷ് കളറിൽ ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻറ്റിന നോക്കുകയാണെങ്കിൽ ഷാർപ്പ് ഫിൻ ആൻറ്റിനയാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയുള്ള റേഡിയോയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ബൂട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 490 ലിറ്ററാണ്. നമുക്ക് ബൂട്ട് തുറക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. നമുക്ക് ബൂട്ട് തുറക്കാൻ വേണ്ടി ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് താഴെ കാണിച്ചാൽ മതി. സെൻസറുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാലും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബൂട്ട് തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 490 ലിറ്ററാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടിഷ്യൂ ബോക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് അങ്ങോട്ട് വിട്ടാൽ മതി, തിരിച്ചങ്ങോട്ട് പൊക്കോളും. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു വേറെ ചെറിയ ഹോൾ പോലെ വരുന്നുണ്ട്. നമുക്ക് വേണം കുറച്ച് വലിപ്പമുള്ള ബോട്ടിലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും കുറച്ച് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ബാക്കിയുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ തന്നെ താഴെ വെക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഈ സീറ്റ് 3ഉം അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ട്രങ്കിൻ്റെ ഡോറിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല, നമ്മുടെ ഹസാർഡ് വാർണിങ്ങിൻ്റെ ട്രയാങ്കിളില്ലേ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടുന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ലോക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് ആ സ്പേസിൽ അങ്ങ് ഇരുന്നോളും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഒരു ഹുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും കൊളുത്തി വെക്കണമെങ്കിൽ അവിടെ നമുക്ക് കൊളുത്തി വെക്കാൻ പറ്റും. ആവശ്യം കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ട്രങ്ക് താത്താൻ പറ്റും. അപ്പോൾ നമ്മൾ കാറിൻ്റെ പുറം കാഴ്ചകൾ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഡോറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഡോറിൻ്റെ താഴെയായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുറകിൽ നിന്ന് വണ്ടി വരുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി ഒരു താഴെയായിട്ട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ മുകളിലായിട്ട് ലെതർ ഫിനിഷാണ്. പിന്നെ താഴെയായിട്ട് ഒരു ആഷ് കളറിലുള്ള ഒരു ഫൈബർ ഫിനിഷാണ്.
പിന്നെ ഒരു സിൽവർ ഫിനിഷ് വന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ബേജ് കളർ, അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ നമുക്കിങ്ങനെ ചെരിച്ച് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഈ വലുപ്പമുള്ളൊരു ബോട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ. പിന്നെ ഇങ്ങോട്ടൊന്നും നമുക്ക് ബോട്ടിലോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അത് അത്യാവശ്യം ചെറിയ ഡോക്യുമെൻറ്റോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഇതേ സെയിം സ്പേസിംഗ് ആണ് എല്ലാ 4 ഡോറിനുള്ളത് കേട്ടോ. ഇനി ഡ്രൈവർ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്പറേഷനും ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സീറ്റ് മുമ്പോട്ട് മാറ്റാനും പുറകോട്ട് മാറ്റാനും നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എക്സ്ട്രാ സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നടുവിന് സപ്പോർട്ട് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് സീറ്റിൻ്റെ ഉള്ളിൽ ഒരു ബലൂൺ പോലെ സംഭവം ബൾജാവും. അപ്പോൾ നമ്മുടെ നടുവിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അത് ഡീഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 2-3 പേര് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആൾക്കും ഓരോ തരം സീറ്റ് പ്രിഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. ചില ആൾക്കാർ കുറേ മുമ്പോട്ട് കയറ്റിയിടും, ചിലത് പുറകോട്ടായിരിക്കും, ചിലത് മിഡിലേക്കായിരിക്കും. അങ്ങനെ ഓരോ ഹൈറ്റും ഇതെല്ലാം നമുക്ക് ഓരോ ആൾക്കും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് 3 പേരുടെ സീറ്റ് അറേഞ്ച്മെൻറ്റ് നമുക്ക് പ്രിഫറൻസ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. 1, 2, 3 എന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ പ്രിഫറൻസിലേക്ക് 1, 2, 3 നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ ജസ്റ്റ് 1 പ്രസ് ചെയ്താൽ നമ്മൾ എവിടെയാണോ വെച്ചിരുന്നത് ആ സ്ഥലത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് നമുക്ക് മുമ്പോട്ടോ പുറകിലോട്ടോ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. അഥവാ നമ്മൾ ഈ 1, 2, 3 ഈ പ്രിഫറൻസ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ഏതാണോ യൂസ് ചെയ്തിരുന്നത് അത് ഇതിൻ്റെ മെമ്മറിയിലുണ്ടാകും. ആ സ്ഥലത്തേക്ക് സീറ്റ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആകും. ഇവിടെ കാണുന്നത് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഹെഡ്ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഹെഡ്ലൈറ്റ് നമുക്ക് പൊക്കോ താത്തോ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ട്രങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഉള്ളിൽ ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടെ ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ലെതർ കോട്ടഡ് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൻ്റെ 2 സൈഡിലും അത്യാവശ്യം നല്ല കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വോളിയം കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോണിൽ സംസാരിക്കാനുള്ള സ്വിച്ച് വരുന്നുണ്ട്, മ്യൂട്ട് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ സ്റ്റാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഡിസൈൻ മാറ്റാൻ പറ്റും. ഈ ലിസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ തൊട്ട് മുമ്പത്തെ മൈലേജും കാര്യങ്ങളും ട്രിപ്പിൻ്റെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടിയിൽ റിമൈനിങ് പെട്രോൾ കൊണ്ട് നമുക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുക എന്നുള്ളത് ഡ്രൈവിംഗ് റേഞ്ചിൽ കാണാൻ പറ്റും. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് വരുവാണെങ്കിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ ക്യാൻസലേഷൻ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്ലസും മൈനസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാനുവലായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ മാനുവൽ മോഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഗിയർ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗിയർ 1, 2 നമുക്കിവിടെ കാണാൻ പറ്റും. സൺറൂഫ് വരുന്ന പാനോറമിക് സൺറൂഫാണ്. ഇവിടെ മുതൽ ബാക്കിൽ വരെ നമുക്ക് സൺറൂഫ് ഉണ്ട്. ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പകുതി വരെ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി വരെ ഓപ്പൺ ആകും. അവിടെ വരെ അല്ല, നമുക്ക് അതിൻ്റെ പുറകെ വരെ ഇവിടെ വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഗിയർ വരുന്നത് നോബാണ്. നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, മാനുവൽ അങ്ങനെ 4 മോഡ് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ പാർക്കിങ്ങിന് വേറെ പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ ഏത് മോഡിലാണെങ്കിലും, അതായത് ഡ്രൈവിംഗ് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും ന്യൂട്രൽ ആണെങ്കിലും ഏത് മോഡിലാണെങ്കിലും നമുക്ക് ജസ്റ്റ് മോഡിൽ പീയിൽ പ്രസ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് പാർക്കിംഗ് മോഡിലേക്ക് പോകും. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആകും. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി, ഹാൻഡ് ബ്രേക്ക് റിലീസാവും. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സിഗ്നലിലൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ഓട്ടോ ഹോൾഡ് പ്രസ് ചെയ്താൽ മതി, പിന്നെ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. AC കാര്യങ്ങളെല്ലാം കൺട്രോളെല്ലാം വരുന്നത് ഇതിൻ്റെ മുമ്പിൽ ഇവിടെയാണ് വരുന്നത്. ACയും അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റും ഇതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ACൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും കൺട്രോൾ ഇവിടെയുണ്ട്. ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെയുണ്ട്. പിന്നെ ഉള്ളിലെ എയർ സർക്കുലേഷൻ കാര്യങ്ങളും എല്ലാം ഇവിടെ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ AC ഓണും ഓഫും സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. ACൻ്റെ മുമ്പിലായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്. ജസ്റ്റ് ഫോൺ ഇവിടെ വെച്ചാൽ മാത്രം മതി, വയർലെസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മൾ കയറിയ സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സ്ക്രീനിൻ്റെ വലുപ്പം കേട്ടോ. എന്നൊക്കെ അതായത് ഒരു വലിയൊരു സ്ക്രീൻ തന്നെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഡ്രൈവർ സീറ്റ് മുതൽ പാസഞ്ചർ സീറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെ എത്തുന്ന അതുപോലത്തെ ഒരു വലിയൊരു സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. ഈ സ്ക്രീൻ തന്നെ 2 പാർട്ടായിട്ട് കൊടുത്തേക്കുന്നത്. ഫസ്റ്റത്തെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മീറ്റർ കൺസോളാണ്. അതിൽ കിലോമീറ്റർ സ്പീഡ് കാര്യങ്ങൾ, എത്ര കിലോമീറ്ററിന് ബാക്കിയുണ്ട്, ഏത് മോഡാണ്, ടൈം കാര്യങ്ങൾ, ലൈൻ വാണിങ് കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി മറ്റ് പകുതി എന്ന് പറഞ്ഞാൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൽ റേഡിയോ, MP3, ബ്ലൂടൂത്ത്, ആപ്പിൾ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത്, ഡ്രൈവിംഗ് വീഡിയോ, ടച്ച് സ്റ്റോൺ, മ്യൂട്ട്, ടയറിൻ്റെ പ്രഷർ, AC, ഡ്രൈവിംഗ് മോഡ്, 360 ക്യാമറ, അതുപോലെ തന്നെ എല്ലാ വോളിയം കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് മാറ്റുവാണെങ്കിൽ മൾട്ടിമീഡിയ, ബ്ലൂടൂത്ത് ഫോൺ സെറ്റിങ്സ്, വെഹിക്കിൾ സെറ്റിങ്സ് അങ്ങനെ എല്ലാ മെനുവും ഇവിടെ വരുന്നുണ്ട്.
AC-ൻ്റെ കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. അതേ സെയിം കൺട്രോൾ നമുക്ക് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇതുണ്ട്. ഫാൻ നമുക്ക് 7 വരെ നമുക്ക് വെക്കാൻ പറ്റും. കുറയ്ക്കണമെങ്കിൽ നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങോട്ടാണോ AC-ൻ്റെ കാറ്റ് വരേണ്ടത് അപ്പോൾ ആ ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് ആംബിയൻറ്റ് ലാമ്പ്. കാറിൻ്റെ ഉള്ളിലെ ലൈറ്റിങ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പല മോഡുകളുണ്ട്. സ്റ്റാറ്റിക് ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുമോ എനിക്കറിയില്ല, ഇപ്പോൾ കാണാൻ ചാൻസ് ഇല്ല. രാത്രിയാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെ ഫുൾ ഇവിടെ നിങ്ങൾ ലൈറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ അതേ സെയിം ലൈറ്റിങ് നമുക്ക് താഴെ ഉണ്ടാവും. അങ്ങനെ കാറിൻ്റെ ഫുൾ ഒരു ആംബിയൻ കളർ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ തീം നമുക്ക് മാറ്റാൻ പറ്റും. ഗ്രീൻ ആണോ പർപ്പിൾ ആണോ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് യെസ് അടിച്ചാൽ ആ കളറിലേക്ക് മാറും. അതുപോലെ തന്നെ അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ കളർ ജസ്റ്റ് യെസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കളർ ആ കളറായി മാറും. അതുപോലെ തന്നെ ക്യാമറ നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കിങ്ങിൽ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് ഏത് ക്യാമറ വേണോ ആ ക്യാമറ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിപ്പോൾ 2D ആണുള്ളത്. 3D ആണെങ്കിൽ നമുക്ക് 8 ക്യാമറ ഓപ്പൺ ആക്കാൻ പറ്റും. സൈഡ് വ്യൂ ആണോ ഏത് വ്യൂ ആണെന്ന് വെച്ചാൽ ആ ക്യാമറ പ്രസ് ചെയ്തെങ്കിൽ ആ ഭാഗത്തെ ക്യാമറ ഓപ്പൺ ആകും. നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. കുറച്ച് റെസൊല്യൂഷൻ കുറച്ച് കുറവാണ്, എന്നാലും മോശമില്ലാത്തൊരു റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ആപ്പിൾ പ്ലേ ഉണ്ട്. നമുക്ക് ജസ്റ്റ് കേബിൾ എടുത്തുക, മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് USB കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ആപ്പിൾ പേ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് മാപ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം റെസ്പോൺസീവായ സ്ക്രീനാണ്. ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ലെതർ കോട്ടിങ് എല്ലാം കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയായിട്ടൊരു ആംറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ബോട്ടിലും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇതിൽ വെക്കാൻ പറ്റും. അത് മാത്രമല്ല ഇതിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. AC-ൻ്റെ സെയിം വെൻറ്റ് ഇവിടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഉള്ളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിലും കാര്യങ്ങളെല്ലാം നല്ല തണുത്തിരിക്കുന്നുണ്ടാവും. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അടച്ചു വെക്കുക, ആംറസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിഷ്യൂ ബോക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഏതാണോ ആംബിയൻ ലൈറ്റ് കൊടുത്തത് ആ സെയിം ആംബിയൻ ലൈറ്റ് നമുക്ക് ഇവിടെയും വരും കേട്ടോ. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ നല്ല നീളത്തിൽ AC വെൻ്റ് ഉണ്ട്. സൈഡിലും നമ്മൾ ചെറിയ 2 AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സിന് അങ്ങനെ വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ സൈസ് കേട്ടോ. ഒരു കുറച്ച് ഫയലും കാര്യങ്ങളും വെക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ വണ്ടീൻ്റെ മാനുവലും കാര്യങ്ങളും വെക്കുമ്പോഴത്തേനും ഫുള്ളായി അതങ്ങനെ അടച്ചു. പിന്നെയുള്ളത് ഫയർ എക്സ്റ്റിങ്വിഷർ താഴെ കൊടുത്തേക്കുന്നത് പാസഞ്ചർ സീറ്റിൻ്റെ മുമ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോ പാസഞ്ചറിൻ്റെ സീറ്റ് നമുക്ക് ഇലക്ട്രോണിക്കലി അല്ല, കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് മുമ്പോട്ടോ പുറകോട്ടോ മാറ്റേണ്ടി വരും. പിന്നെ ഇതിൻ്റെ മിറർ വരുന്നത് ആൻറ്റി ഗ്ലെയർ മിററാണ്. ഇതിൽ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ടൈം ഓൺ ആക്കിയിടേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ സെൻസറുണ്ട്. രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആൻറ്റി ഗ്ലെയർ വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് ആൻറ്റി ഗ്ലെയർ മോഡിലേക്ക് പോകും, അല്ലെങ്കിൽ നോർമൽ മോഡിലേക്ക് പോകും. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അതിന് മുമ്പിലായിട്ട് സൺറൂഫ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ സൺറൂഫിൻ്റെ തന്നെ താഴെയുള്ള ആ ഷെയ്ഡ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ലൈറ്റ് ഓപ്പൺ ആവും. അതുപോലെ ലൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ പ്രസ് ചെയ്താലും ലൈറ്റ് ഓപ്പൺ ആവും. അതുപോലെ ഇത് കീലെസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ജസ്റ്റ് ഈ ബട്ടൺ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ടിലെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിലിടുന്ന് നോക്കാം. ഇനി സ്പേസിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ഇതുണ്ട്, ഞാനിപ്പോൾ പുറകിലിരുന്നിട്ട് ഈ സീറ്റ് ഞാൻ ഫുൾ ബാക്കോട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സീറ്റ് ഇത്രയും വെച്ചിട്ട് തന്നെ എൻ്റെ കാലും സീറ്റും തമ്മിൽ ഒരു 10 സെൻറ്റിമീറ്റർ മുകളിൽ ഗ്യാപ്പുണ്ട്. 5 അടി 8 ഇഞ്ചാണ് എൻ്റെ ഹൈറ്റ്.
അപ്പോൾ ഈ ഹൈറ്റുള്ള എനിക്ക് ഇത്രയും നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 6 അടി ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസിങ്ങും ഒരു കാല് മുട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഒരാൾ ഇരിക്കുമ്പം സീറ്റ് കുറച്ചുകൂടെ മുമ്പോട്ടായിരിക്കും വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല കൂളായിട്ട് ഇരിക്കാൻ പറ്റും ഒരാൾക്ക്. ഞാനിപ്പോൾ ഈ സീറ്റ് വെച്ചേക്കുന്നത് ഒരു നോർമലി ഒരാൾ വെക്കുന്ന ആ സ്പേസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് മാറി ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ സീറ്റും കാലും തമ്മിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ട്, നമുക്ക് വേണമെങ്കിൽ കാല് നീട്ടി വെക്കുകയോ ചെരിച്ച് വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, കൂളായിട്ടിരിക്കാൻ പറ്റും. വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ 2 ആളെ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മിഡിലിരിക്കുന്ന ഒരാൾക്ക് പോലും നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ താഴെ ഭാഗം കണ്ടോ, അത് പൊങ്ങിയിട്ടോ അതൊന്നും താന്നിട്ടൊന്നുമല്ല, ഏകദേശം ഒരേ ലെവലിലാണ് കൊടുത്തേക്കുന്നത്. AC-ൻ്റെ വെൻറ്റും കാര്യങ്ങളും പുറകോട്ടും വരുന്നുണ്ട്. 2 വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് വേണ്ടി തിരിക്കുകയോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി 2 പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ചാർജ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ വെക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ലെതറിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ 3 സീറ്റിനും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ പുറകിലത്തെ സീറ്റിലെ വിശേഷങ്ങൾ. ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണ്. അതുപോലെ ട്രാൻസ്മിഷൻ 6 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ്. പിന്നെ പെട്രോള് ഫുൾ ടാങ്ക് 55 ലിറ്ററാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ടോട്ടൽ 8 സ്പീക്കറാണുള്ളത്. പിന്നെ ഇനി പറയാനുള്ള ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇഷ്ടം പോലെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. 1 by 1 ആയിട്ട് പറയാം. അതായത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. നമ്മളിപ്പോൾ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ വേറൊരു വണ്ടി വരുവാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ ആ വണ്ടി മാറിക്കഴിഞ്ഞാൽ പിന്നെ പഴയ സ്പീഡ് ഏതാണ് നമ്മൾ സെറ്റ് ചെയ്ത് ആ സ്പീഡിലേക്ക് തന്നെ തിരിച്ച് വീണ്ടും പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരു സിഗ്നലിലേക്ക് വന്ന് നിൽക്കുവാണെങ്കിൽ മുമ്പിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ആ വണ്ടീനെ പുറകിലായിട്ട് ഈ വണ്ടി വന്ന് നിൽക്കും. നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞാൽ മുമ്പിലെ വണ്ടി പോയി കഴിയുമ്പം ഈ വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ സ്പീഡിലേക്ക് വീണ്ടും പോകുന്നതാണ്. അടുത്ത ഫീച്ചർ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് ആണ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാർ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ് ആണ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ, അതായത് ഒരു 30-40 മീറ്ററിനുള്ളിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വാർണിംഗ് വരും, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള വാർണിംഗ് വരും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്വിച്ചിങ്, ഹൈ ബീം ലോ ബീമിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആകും. അതായത് ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ലോ ബീമിലേക്ക് മാറും. അതുപോലെ തന്നെ വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ബീമിലേക്ക് വീണ്ടും മാറും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ആണ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ലൈനിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് വാർണിംഗ് വരും. ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വണ്ടി റൈറ്റിലേക്ക് പോയി ലെഫ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വാർണിംഗ് വരും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ലൈനിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെയുള്ള നല്ല അടിപൊളി ഒരു ഫീച്ചറാണ് ലൈൻ കീപ്പിംഗ് അസിസ്റ്റ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ കറക്റ്റായിട്ട് പാരലായിട്ട് വണ്ടി പൊക്കോളും. ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻ അസിസ്റ്റ് വരും. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. റോഡ് വളയുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിയറിംഗും വളയും. എന്ന് വെച്ച് കൈ വിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ അഥവാ കൈ വിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വാർണിംഗ് വരും, സ്റ്റിയറിംഗ് വീൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള വാർണിംഗ് വരും. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആണ്. പുറകിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് മിററിലും അതുപോലെ തന്നെ ഇതിൽ ഡിസ്പ്ലേയിലും വാർണിംഗ് വരും. ടോട്ടൽ ഈ കാറിൽ 6 എയർ ബാഗാണുള്ളത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ സൈഡ് കട്ടനും എല്ലാം ആയിട്ട് ടോട്ടൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല കുറേ ഫീച്ചേഴ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സേഫ്റ്റിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ജാക്ക് JS6-ൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. നമ്മൾ ഇതിപ്പോൾ ഒരു 3 ആഴ്ച ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് എന്ന് പറഞ്ഞാൽ വർത്താണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഫുൾ മൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് മറ്റു വണ്ടികളൊക്കെ ആണെങ്കിലും ബ്രാൻഡഡ് മറ്റു വണ്ടികളൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടില്ല. അൽഹബ്തൂറാണ് ഇതിൻ്റെ ഡീലേഴ്സ്. ഇപ്പം UAE ഇതിൻ്റെ പ്രൈസ് വരുന്നത് 88,000 ദിർഹംസ് ആണ്.